നിസ്സംശയം വിശുദ്ധ ഖുർആനിന്റെ പഠനത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം, ബാങ്കുമായി ബന്ധപ്പെട്ട് ഇന്ന് നടക്കുന്ന ഇടപാടുകൾ പലിശാധിഷ്ഠിതമല്ല എന്നുള്ളതാണ്. ലക്ഷക്കണക്കിന് പൈസ നമുക്ക് ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാം, അത് അതുപോലെ തന്നെ ബാങ്കിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഇതൊക്കെ എല്ലാം എടുക്കാം എന്നുള്ളത് വളരെ ഇസ്ലാം വിരോധിച്ചൊരു ഹറാമിലേക്ക് ജനങ്ങളെ തള്ളിവിടുന്ന രീതിയാണ്. അതിനുള്ള ലൈസൻസ് കൊടുക്കുന്നത്. അള്ളാഹു റിബയെ ക്ഷയിപ്പിക്കുന്ന പറഞ്ഞത്, വളർത്തുന്നല്ല. അപ്പോൾ ഇവിടെ മഹാനായ ഷെയ്ഖ് നാസർ സഅദി റഹിമഹുല്ല പറയുന്നുണ്ട്, അള്ളാഹു ക്ഷയിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അറിയോ, ബറക്കത്ത് ഉണ്ടാവില്ല എന്നാണ്. ഇപ്പോൾ കാഴ്ചക്കാൻ പലിശൻ്റെ പിന്നാലെ പോയോൽ ഏതെങ്കിലും ഒരു വിധത്തിൽ എന്ത് ചെയ്യും, നമ്മുടെ മുമ്പിൽ കുടുങ്ങി കാണുക. പരിശുദ്ധ ഇസ്ലാം വലിയ പാപമാണ് എന്ന് പഠിപ്പിച്ച പലിശയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ഇസ്ലാമിൻ്റെ ശരീഅത്ത് നമ്മളോട് സൂചിപ്പിച്ചതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എത്തിച്ചു തന്നതാണ് ഇസ്ലാമിക ശരീഅത്ത്. ആ നിയമങ്ങൾ മനുഷ്യൻ്റെ ബുദ്ധിക്ക് അംഗീകരിക്കാൻ പറ്റുന്നതാണ്, മനുഷ്യന് ഉൾക്കൊള്ളാൻ പറ്റുന്നതാണ്. അതിൽ പ്രാകൃതമായ യാതൊന്നും ഉണ്ടാവില്ല ഇസ്ലാമിക നിയമങ്ങളിൽ. ആ ഇസ്ലാമിൻ്റെ നിയമങ്ങൾ നമ്മൾ പരിശോധിക്കും, മനുഷ്യന് ആവശ്യമുള്ളതൊക്കെ ഇസ്ലാം അനുവദിച്ചു, മനുഷ്യന് ഉപകാരമുള്ളതൊക്കെ ഇസ്ലാം പാടില്ല എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഇസ്ലാം പാടില്ല എന്ന് പഠിപ്പിച്ചൊരു കാര്യമാണ് എന്ത്, പലിശ. വൻ പാപങ്ങളിൽ എണ്ണിയ കുറ്റമാണ് പലിശ. പക്ഷേ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നിന്ന് മുസ്ലിമാണെന്ന് പറയുന്ന ചില ആളുകൾ പറയണത്, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ പലിശ വ്യാപകമായിരുന്നു ബാങ്കാണ്. ഈ ബാങ്കുകളിലുള്ളത് എന്തല്ല, പലിശയല്ല എന്ന് ഖുത്ബകളിൽ പോലും പറയുന്ന അവസ്ഥ ഉണ്ട്. അത് അപകടകരമാണ്. നമുക്കതിൻ്റെ ഒരു ഭാഗം, ഒരു ക്ലിപ്പ് നമുക്കൊന്ന് കേൾക്കാം. ഇങ്ങനെ ബാങ്കിൽ കൊണ്ടുപോയി നിക്ഷേപിച്ച് അതിന് കിട്ടുന്ന വേരിയേഷൻ, ആ വേരിയേഷൻ ഖുർആൻ നിരോധിച്ച റിബയിൽ പെടുമോ ഇല്ലേ? നിസ്സംശയം ഞാൻ പറയുന്നു, അത് റിബയല്ല. അത് ഖുർആൻ ഹറാമാക്കിയ പലിശയല്ല. അതിന് അറേബ്യൻ നാടുകളിലൊക്കെ ഫായിദ എന്നാണ് പറയുക. ഫായിദ എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് എന്നേ അർത്ഥമുള്ളൂ. അത് റിബയല്ല. കാരണം ഇവിടെ ബാങ്ക് ആവശ്യക്കാരനല്ല, കൊടുക്കുന്നയാൾ, നിക്ഷേപിക്കുന്നയാൾ അയാളുടെ പണം സുരക്ഷിതമായി ഇരിക്കുന്നതിന് വേണ്ടി ബാങ്കിനെ ഏൽപ്പിക്കുന്നു. ബാങ്ക് അത് ബിസിനസ് ചെയ്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ലാഭത്തിൻ്റെ ഒരു ചെറിയ വിഹിതം ഇവർക്ക് കൊടുക്കുന്നു. ഇത് ഹറാമാകുന്നത് എങ്ങനെയാണ്? എങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ ഹറാമാകണ്ടേ? നിങ്ങൾ വലിയ വലിയ ജ്വല്ലറികളിലൊക്കെ കൊണ്ടുപോയി 1 ലക്ഷം ഇട്ടിട്ട് 1000 തരാം 800 തരാം എന്ന മാസത്തിൽ പറയുമ്പോൾ അതന്നെ കൃത്യമായ പലിശ. അതേക്കുറിച്ചൊന്നും മിണ്ടുന്നില്ലല്ലോ. കാരണം മുതലാളിമാർ പണങ്ങിയ പള്ളിക്ക പറ്റി പൂട്ടിപ്പോകേണ്ടി വരും. അപ്പോൾ കേട്ടല്ലോ, അദ്ദേഹം പറഞ്ഞ കേട്ടോ. നമുക്ക് ഒരു ഭാഗം കൂടി കേൾക്കാണ്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു ക്ലിപ്പും കൂടി നമുക്കൊന്ന് കേൾക്കാം. നിസ്സംശയം വിശുദ്ധ ഖുർആനിന്റെ പഠനത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം, ബാങ്കുമായി ബന്ധപ്പെട്ട് ഇന്ന് നടക്കുന്ന ഇടപാടുകൾ പലിശാധിഷ്ഠിതമല്ല എന്നുള്ളതാണ്. ബാങ്ക് ഒരു ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അതിന് ഒരുപാട് സംഗതികൾ നടക്കുന്നുണ്ട്. ട്രാൻസാക്ഷൻസ് നടക്കുന്നുണ്ട്, പിന്നെ ഡെപ്പോസിറ്റ് നടക്കുന്നുണ്ട്, മറ്റ് പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. ആ കാര്യങ്ങൾ നടക്കുന്ന ഒരു ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ബാങ്ക് എന്ന് പറയുന്നത്. അതില്ലാതെ മനുഷ്യർക്ക് ജീവിക്കുക സാധ്യമേ അല്ല. അപ്പോൾ മാലിസലഫ് ഇദ്ദേഹം പറയുന്നത് എന്താ വെച്ചാൽ, ഇന്ന് നമ്മുടെ നാട്ടിൽ പലിശയുടെ ഏറ്റവും വലിയൊരു മേഖല ബാങ്ക് തന്നെയാണ്, സംശയമൊന്നുമില്ല. അതിൽ പലിശ ഇല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഇതൊരു ഖുത്ബയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആദ്യം ഇദ്ദേഹം ആരാന്ന് പറയണം, എന്നിട്ട് നമുക്ക് വിഷയത്തിലേക്ക് പ്രവേശിക്കാം. ഇവിടെ യഥാർത്ഥത്തിൽ ഖുത്ബ എന്ന് പറഞ്ഞിട്ടാണ് പക്ഷേ ഏത് പള്ളിയിലാണെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ മുമ്പ് ഒരു പ്രൂഫ് ഇദ്ദേഹത്തിൻ്റെ ഒരു വിഷയം എടുത്തിരുന്നു. പിന്നെ അതിനൊരു മറുപടി ഒന്നും കണ്ടിട്ടില്ല. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിനെ വളരെ മോശമായി ചിത്രീകരിച്ചപ്പോൾ അതിന് വളരെ കൃത്യമായി നമ്മൾ മറുപടി ഇതേപോലെ തന്നെ പ്രൂഫിന് മറുപടി പറഞ്ഞു. പിന്നെ അതിന് മറുപടി ഒന്നും കണ്ടിട്ടില്ല. പിന്നെ ഖുത്ബ നമ്മൾ അതിന് വീഡിയോ പോലും ഇല്ല, വോയിസ് ഖുത്ബ എന്ന് പറഞ്ഞാണ്. ആയിക്കോട്ടെ, എന്തിനാണ് ഇയാൾ ഖുത്ബ പറയുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാവില്ല. കാരണം ഖുത്ബ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇസ്ലാമിക ശരീഅത്ത് അനുസരിച്ച് കൊണ്ട് ജീവിക്കുന്ന മുസ്ലിമുകൾക്കാണ് ഖുത്ബ ഉള്ളത്. യായുലദിനാമനു ഇദാനുദ്ദീൻ സ്വലാത്തും യൗമുൽ ജുമുഅ ഫസ്അൽ അദ്കിറ. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ വീക്ഷണം എന്ന് പറഞ്ഞാൽ ഖുർആനും ശരിയാണ്, ബൈബിളും ശരിയാണ്, അതുപോലെ തന്നെ ഭഗവത്ഗീത ശരിയാണ്, എല്ലാ വേദങ്ങളും ശരിയാണ്. ഏത് വേദം അനുസരിച്ച് കൊണ്ട് ജീവിച്ചാലും അനുസരിച്ച് അദ്ദേഹത്തിൻ്റെ ഇസ്ലാമിലെ മോക്ഷ സിദ്ധാന്തം എന്ന് പറയുന്ന ഈ പറയപ്പെട്ട വ്യക്തിയുടെ ഒരു പുസ്തകമാണ്. ഇദ്ദേഹത്തിൻ്റെ പേര് CH മുസ്തഫ മൗലവിയാണ്. ഞാൻ ഓർക്കണമെന്ന് വെച്ചാൽ ഈ പലിശയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പണ്ടൊരു മുസ്തഫ ഫൈസി ഉണ്ടായിരുന്നു, ഫൈസി. അന്ന് ആ മുസ്തഫയായിരുന്നു ബാങ്ക് പലിശയല്ല എന്ന് പറഞ്ഞ് വലിയ വിവാദങ്ങൾ ഉണ്ടാക്കി സമസ്തയുടെ അദ്ദേഹത്തെ പുറത്താക്കി. പിന്നെ അങ്ങനെ വലിയ വിവാദങ്ങളുണ്ടായി. അത് ഇപ്പോൾ ആ വാദം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഏതായാലും ആ മുസ്തഫയ്ക്ക് ശേഷം മറ്റൊരു മുസ്തഫ ഏതായാലും ഈ ഒരു വാദവുമായിട്ട് കടന്നു വന്നിരിക്കുകയാണ്. അപ്പം ആ മുസ്തഫ പോലെയല്ലേ ഈ മുസ്തഫ. ഇയാളെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഇസ്ലാം മാത്രമല്ല
അതായത് ശ്രീനാരായണ ഗുരുവിൻ്റെ ആശയമാണ് മൂപ്പർക്കുള്ളത്. അതായത് മതമേതായാലും മനുഷ്യൻ നന്നായാലും മതി. എല്ലാ മതങ്ങളും സത്യമാണ്. എല്ലാ മതങ്ങളും അത് സ്ഥാപിക്കാൻ വേണ്ടി എഴുതിയിട്ടുള്ള പുസ്തകമാണ്. ഞാൻ ഇതിലേക്ക് കിടക്കണം, അദ്ദേഹത്തെ ആരാന്ന് മനസ്സിലാക്കാം. അപ്പോൾ പിന്നെ ഇയാളുടെ ഹുത്തുബ എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് ഏതായാലും അറിയാലോ. ഇസ്ലാമിൻ്റെ വിശ്വാസ ആചാര കർമ്മ അനുഷ്ഠാനങ്ങൾ ഓരോന്നോരോന്നായി പൊളിക്കുക. ഇതേതുപോലെ ചോദിച്ചാൽ പണ്ട് ചേകനൂർ മൗലവി ഇവിടെ വന്നിരുന്നു. ചേകനൂർ മൗലവി ചെയ്ത പണി എന്താ വെച്ചാൽ പിന്നെ അദ്ദേഹം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചത് ഖുർആൻ സുന്നത്ത് സൊസൈറ്റി. അതായത് ഖുർആനും ഉണ്ട് സുന്നത്തും ഉണ്ട്. യഥാർത്ഥത്തിൽ ആൾക്ക് ഖുർആനുള്ള സുന്നത്തില്ല. അയാളെ അവസാനം എഴുതിയത് പുസ്തകത്തിന്റെ പേരിന് സർവ്വം മതസത്യവാദം. ഇയാൾ ആ പേരിൽ അറിയപ്പെട്ട ഞാൻ ചേകനൂരിയായി പോകുമോ എന്നുള്ള പേടികൊണ്ടായിരിക്കാം സർവ്വ വേദ സത്യവാദം. രണ്ടും പിന്നെ ഒന്ന് പിന്നെ എന്താ പറയുക ഒരാശയത്തിക്ക് പിന്നെ രണ്ടും ഒന്ന് തേങ്ങാപ്പുളാണെങ്കിൽ മറ്റൊന്ന് ചേട്ടൻ്റെ ഉള്ളിലുള്ള തേങ്ങ എന്ന് പറയുന്നത് രണ്ടും സംഗതി ഒന്ന് തന്നെ. ഇവിടെ ഇതിനേറ്റ് എനിക്ക് ഏറ്റവും ഈ പുസ്തകം കാണുമ്പോൾ ഏറ്റവും സങ്കടകരമായ ഒരു കാര്യം എന്താ വെച്ചാൽ ഇതിന് അവതാരിക എഴുതി കൊടുത്തിട്ടുള്ളത് CM മൗലവി എന്ന് പറയുന്നൊരു മനുഷ്യനാണ്. ഈ CM മൗലവി എന്ന് പറഞ്ഞാൽ കേരളത്തിലെ മർക്കസ് ദഅവ വിഭാഗത്തിൻ്റെ ജംഇയ്യത്തുൽ പണ്ഡിത സഭയുടെ സംസ്ഥാന ട്രഷററാണ്. ഈ ട്രഷറാണ് ഇതിന് അവതാരിക എഴുതി കൊടുത്തത്. എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അവതാരികയിൽ ഇയാൾ പറയണത് എന്താ ചോദിച്ചാൽ പിന്നെ ഈ CH മുസ്തഫയുടെ പുസ്തകത്തിൽ അവതാരിക എഴുതി കൊടുത്ത് പിന്നെ ഈ പുസ്തകത്തിന് പ്രൗഢവും ഉജ്ജ്വലമായ അവതാരിക എഴുതി അനുഗ്രഹിച്ച ആദരണീയ പണ്ഡിതൻ CM മൗലവി ആലുവ. അദ്ദേഹം എന്നോട് കാണിക്കുന്ന വാത്സല്യവും സ്നേഹവും എൻ്റെ കർമ്മവിധിയിൽ തണലും താങ്ങുമാണ് എന്ന് പറഞ്ഞിട്ട് പിന്നെ അദ്ദേഹം ഇനി അവതാരികയിൽ ഈ CM മൗലവി ഏതാണ് ഇതേപോലെ സർവ്വവേദങ്ങളെയും സത്യപ്പെടുത്താനുള്ള ഗ്രന്ഥകാരൻ്റെ ശ്രമം ശ്ലാഘനീയമാണ്. എൻ്റെ പ്രിയപ്പെട്ട മർക്കസ് ദഅവയുടെ സുഹൃത്തുക്കള് ഈ വിഷയം വളരെ ഗൗരവത്തിൽ സ്വീകരിക്കണം. നിങ്ങളുടെ സംസ്ഥാന ഒരു മെമ്പറല്ല, സംസ്ഥാന ട്രഷററാണ് അദ്ദേഹം. പിന്നെ അവരുടെ സമ്മേളനത്തിൽ നടത്തിയുള്ള പ്രസംഗവും ഇതേ ആശയം തന്നെ. നമുക്ക് ഏതായാലും അപ്പോൾ ഇയാളാണ് ഈ പലിശ, ബാങ്കിന്റെ പലിശ ഹലാലാണ് ഹറാമല്ല നിസ്സംശയം. അതായത് മൂപ്പര് അദ്ദേഹത്തിന് ഖുർആനിലൂടെ മനസ്സിലായത്. അപ്പം അദ്ദേഹത്തിൻ്റെ ഖുർആൻ മനസ്സിലായത് അദ്ദേഹത്തിൻ്റെ ഒരു ഖുർആൻ്റെ പേരിലൊരു വിശദീകരണം ഉണ്ട്. അതിൽ ഈ പറയുന്ന ആശയമുള്ളത്. അപ്പോൾ ഖുർആനിൻ്റെ യഥാർത്ഥ ആശയം തെറ്റായി മനസ്സിലാക്കുന്നൊരു വ്യക്തിയാണ് എന്നുള്ളത് വളരെ തെളിവുകൾ നമുക്ക് നിരത്താൻ കഴിയും. അപ്പം അദ്ദേഹം പറയുന്നത് എന്താ വെച്ചാൽ ബാങ്ക് പലിശ യഥാർത്ഥത്തിൽ പലിശയല്ല. അത് പിന്നെ അറബ് രാജ്യങ്ങളിലൊക്കെ ഫായിദ എന്ന പേരിൽ, അതായത് അതിൻ്റെ ഒരു ബെനിഫിറ്റാണ് എന്നുള്ള. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വിശുദ്ധ ഖുർആനിൽ പലിശ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇപ്പോൾ വിശുദ്ധ ഖുർആനിൽ പിന്നെ ഒരുപാട് ആയത്തുകളിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരുപാട് ഹദീസുകളിലും അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പലിശയെ നഖശിഖാന്തം എതിർത്തിട്ടുണ്ട്. പ്രവാചകൻ പൂർണ്ണമായും വിരോധിച്ചിട്ടുണ്ട്. വദറുമാ ബഖിയ മിന റിബ ഇൻ കുൻതും മുഅ്മിനീൻ എന്നൊക്കെ പറഞ്ഞു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പലിശ രണ്ട് തരാണ്. ഒന്ന് റിബ ദുയൂൻ എന്ന് പറയും, കടം കൊടുത്തിട്ടുണ്ടാകുന്ന പലിശ. രണ്ടാമത്തെ റിബൽ ബുയൂ എന്ന് പറയും, കച്ചവടം പലിശ. ഇവിടെ റിബത് ദുയൂൻ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ ഒരാൾക്ക് കടം കൊടുക്കുന്നു. ആ കടം കൊടുത്ത് തിരിച്ചു വാങ്ങുമ്പോൾ അതിനേക്കാൾ കൂടുതൽ അയാൾക്ക് എന്ത് ചെയ്യുന്നു കിട്ടും. അതാണ് റിബത് ദുയൂൻ. അതേ സിസ്റ്റമാണ് ഇന്നത്തെ ബാങ്കിലുള്ളത്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഏതൊരു റിബയാണോ പ്രവാചകൻ വിരോധിച്ചത്, അതായത് റിബത് ദുയൂൻ എന്ന് പറയുന്ന കടവുമായി ബന്ധപ്പെട്ട പലിശ, അതുതന്നെയാണ് ഇന്നത്തെ ബാങ്കിൽ അപ്ലൈ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ബാങ്ക് പലിശ ഇനി പേരിഞ്ഞ് ഫായിദ നിട്ടാലും റിബ നിട്ടാലും എന്ത് പേരിട്ടാലും അത് പലിശ. കാരണം നമ്മൾ ബാങ്കിൽ പണം നിക്ഷേപിക്കുന്നു. ഇദ്ദേഹം പറയുന്നു ബാങ്ക് കച്ചവടം നടത്തുന്നു. ബാങ്ക് നമ്മുടെ നാട്ടിലെ ബാങ്കുകളൊക്കെ എന്ത് കച്ചവടം നടത്തുന്നു? ഈ ബാങ്കിലേക്ക് നിന്ന് ലോൺ എടുക്കുന്ന ആളുടെ പലിശ ഈ നമുക്ക് തരുന്ന ഇൻട്രസ്റ്റിനേക്കാൾ കൂടുതലാണെന്ത് കൊടുക്കേണ്ടി വരുന്ന ഇൻട്രസ്റ്റ്. അതുകൊണ്ട് തന്നെ ആ ലാഭം ബാങ്ക് എന്ത് ചെയ്യുന്നു, നമുക്ക് അവരുടെ കണ്ണീര് നമുക്ക് എന്ത് ചെയ്യുന്നു, പിന്നെ ഇങ്ങോട്ട് തരുന്നു. ഇതാണ് ബാങ്കിൻ്റെ സിസ്റ്റം. യഥാർത്ഥത്തിൽ ഇവിടെ ഫായിദ എന്ന് പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലുള്ള പലിശ തന്നെയാണ് ഇന്നത്തെ ബാങ്കിലുള്ളത്. അത് അല്ല എന്ന് തെളിയിക്കാൻ കാരണം മാത്രമല്ല, ഈ അദ്ദേഹം പറയുന്നത് വെച്ചാൽ ചൂഷണമുള്ളതെല്ലാം പലിശയാണ്. നമ്മൾ അദ്ദേഹത്തിൻ്റെ ഒരു ക്ലിപ്പും കൂടി കേൾക്കാം. പലിശ എന്ന് പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തിട്ട് അധികം വാങ്ങൽ മാത്രമല്ല, ആവശ്യക്കാരൻ്റെ ആവശ്യത്തെ ചൂഷണം ചെയ്യുന്നത് എന്തും പലിശയാണ്. അപ്പം ആവശ്യക്കാരൻ്റെ ആവശ്യത്തെ ചൂഷണം ചെയ്തെല്ലാം പലിശയാണ്. എന്നിട്ട് ഇദ്ദേഹം ഉദാഹരണം പറഞ്ഞ് സ്ത്രീധനമാണ്. അതവിടെക്കട്ടെ, സ്ത്രീധനം ചൂഷണം ആണ്, പക്ഷെ അത് പലിശയല്ല, പക്ഷെ അത് ഹറാമാണ്.
ഇവിടെ ഇദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ ഇദ്ദേഹം ബാങ്കിൻ്റെ പലിശയെ ന്യായീകരിക്കാൻ വേണ്ടി കൊണ്ടുവരുന്നത് വെച്ചാൽ ബാങ്ക് പിന്നെ ചൂഷണമുള്ളതേ പലിശയാവുകയുള്ളൂ. അപ്പോൾ നമ്മൾ ബാങ്കിൽ പൈസ ഇട്ട് കഴിഞ്ഞാൽ ചൂഷണമല്ല, അത് പലിശയല്ല. അതേ സമയത്ത് ഇദ്ദേഹത്തിൻ്റെ വാദം ഇദ്ദേഹത്തിന് തന്നെ മറുപടിയാണ്. കാരണം എന്താ വെച്ചാൽ ബാങ്കിൽ നിന്ന് പൈസ അങ്ങോട്ട് നിക്ഷേപിക്കുക മാത്രമല്ല, ഇങ്ങോട്ട് എന്തുണ്ട്, ലോൺ എടുക്കും. അപ്പം ഒരാൾ ലോൺ എടുത്തിട്ട് 10 ലക്ഷം രൂപ ലോൺ എടുത്തു കഴിഞ്ഞാൽ അയാൾ ഒരു പക്ഷേ എത്ര തിരിച്ചെടുക്കേണ്ടി വരിക, 15-20 ലക്ഷം തിരിച്ചെടുക്കേണ്ടി വരുന്നു. ആ 15-20 തിരിച്ചെടുക്കേണ്ടി വരുമ്പോൾ ഇയാളുടെ നിസ്സഹായാവസ്ഥ ആര് ചൂഷണം ചെയ്യാണ്? ബാങ്ക് ചൂഷണം ചെയ്യുന്നു. അവസാനം ഇയാളുടെ നിസ്സഹായാവസ്ഥയിൽ ഇയാളെ സംബന്ധിച്ചിടത്തോളം അത് തിരിച്ചെടുക്കാൻ കഴിയാതെ പല ആളുകളും ആത്മഹത്യ ചെയ്യുന്നു, പല ആളുകളുടെയും വീട് ജപ്തി ചെയ്യപ്പെടുന്നു, പല ആളുകളും തെണ്ടി പിന്നെ രാജ്യത്ത് നടക്കുന്നു. ഇതൊക്കെ യഥാർത്ഥത്തിൽ ഇദ്ദേഹം പറഞ്ഞ നിർവചന പ്രകാരം തന്നെ ബാങ്കിലത് പലിശയാണ്. ആദ്യം പറഞ്ഞത് മൂപ്പര് തന്നെ മറുപടി പറയുന്നത്. അതായത് എന്തിൻ്റെ അടിസ്ഥാനം എന്താണോ ബാങ്കിൻ്റെത് പലിശയല്ല എന്ന് പറയുന്നത് ഇദ്ദേഹം കൊണ്ടുവന്ന അടിസ്ഥാനം ഖുർആനും സുന്നത്തും ഏതായാലും അല്ല, അദ്ദേഹത്തിൻ്റെ ബുദ്ധിയാണ്. ആ ബുദ്ധി യഥാർത്ഥത്തിൽ ഈ ലോൺ എടുക്കുന്നവരോട് എന്ത് ചെയ്യാണ്, തകരാറ്. അപ്പോൾ ഇവിടെ ശരിക്കും ബാങ്ക് ഈ പിന്നെ ആവശ്യക്കാരൻ്റെ ആവശ്യത്തെ ചൂഷണം ചെയ്യാൻ മാത്രമല്ല, ഇസ്ലാമിൽ ചൂഷണമുള്ളതെല്ലാം പലിശയല്ല, ചൂഷണമുള്ളതെല്ലാം ഹറാമാണ്. അദ്ദേഹം പറഞ്ഞത് വെച്ചാൽ ചൂഷണമുള്ളതാണ് പലിശ, ചൂഷണമുള്ളതെല്ലാം പലിശയാണ്. അങ്ങനെയല്ല. അപ്പോൾ ഇതുപോലെ പിന്നെ കള്ള് ഹറാമാണ്, പക്ഷെ എല്ലാ ഹറാമും എന്തല്ല, കള്ളല്ല. കള്ള് ഹറാമാണ്, പക്ഷെ എല്ലാ ഹറാമും എന്തല്ല, കള്ളണ പിന്നെ പിന്നെ എന്തല്ല പിന്നെ അത് ആവുകയില്ല. അപ്പോൾ ഇവിടെ ഇദ്ദേഹത്തിൻ്റെ വാദം എന്താ വെച്ചാൽ ഇത് ചൂഷണം ഉള്ളത് കൊണ്ടാണ് പലിശ, പിന്നെ ഇവിടെ ചൂഷണം ഇല്ലാത്തത് കൊണ്ട് എന്താണ്, ഇത് ഹലാലാണ് യഥാർത്ഥത്തിൽ. പിന്നെ അവ കൃത്യമായി നമ്മൾ വിശദീകരിച്ചു. ഇനിയുള്ളതെന്ന് വെച്ചാൽ ഇദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ ഇപ്പോൾ ഇവിടെ ജ്വല്ലറി കൊടുക്കണില്ലേ, അപ്പം നമ്മൾ പറയുന്നത് ജ്വല്ലറിയിൽ കൊടുക്കുന്ന ഹറാമാണ്, പറ്റില്ല, അത് പലിശയാണ്. അത് നമ്മൾ വ്യക്തമായി കാലങ്ങളായി പറയുന്നതാണ്. അതല്ലാതെ ജ്വല്ലറിക്കാരെ പേടിച്ചിട്ട് ഇവിടെ ആരും ദീന് പറയാൻ നിൽക്കുന്നില്ല. അത് അദ്ദേഹത്തിൻ്റെ സ്വഭാവമായിരിക്കും. നമ്മളെ യഥാർത്ഥത്തിൽ ഇവിടെ ജ്വല്ലറി ആണെങ്കിലും പിന്നെ മൗലവി ആണെങ്കിലും മുസ്ലിയാരാണെങ്കിലും ആരാണെങ്കിലും ദീനുള്ളതുപോലെ സത്യസന്ധമായ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുക. അതല്ലാതെ സ്വന്തം താല്പര്യങ്ങൾക്കും സ്വന്തം സാമ്പത്തിക ലാഭങ്ങൾക്ക് വേണ്ടിയിട്ട് പിന്നെ ഇതിപ്പോൾ യഥാർത്ഥത്തിൽ ആരെ സന്തോഷിപ്പിക്കുക ഇദ്ദേഹത്തിൻ്റെ ഈ വാദം? അതായത് പലിശ ബാങ്കുമായി കൊണ്ട് പലിശ ഇടപാടിൽ നിന്ന് വിട്ടു നിൽക്കുക, പടച്ചോനെ പേടിച്ച് വിട്ടു നിന്ന ആളുകൾക്ക് വലിയ സന്തോഷമായി. കാര്യം ഇപ്പം നമുക്ക് ഇഷ്ടം പോലെ എന്ത് ചെയ്യാം, ലക്ഷക്കണക്കിന് പിന്നെ പൈസ നമുക്ക് ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാം, അത് പിന്നെ അതുപോലെ തന്നെ ബാങ്കിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഇതൊക്കെ എല്ലാം എടുക്കാം എന്നുള്ളത് വളരെ ഇസ്ലാം വിരോധിച്ചൊരു ഹറാമിലേക്ക് ജനങ്ങളെ തള്ളിവിടുന്ന രീതിയാണ്. ലൈസൻസ് കൊടുക്കുന്നത്. ഇനി അദ്ദേഹം പറയുന്ന ഒരു ദുർനയം എന്താ വെച്ചാൽ ഈ ബാങ്കിലേക്ക് ആളുകൾ നിർബന്ധിതരാണ്, ബാങ്കിൽ ലോൺ എടുക്കാൻ ആളുകൾ നിർബന്ധിതരാണ്. യഥാർത്ഥത്തിൽ നമുക്കറിയാം ഒരു ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം എല്ലാത്തിനും ഒരു വിധിയുണ്ട്, ഹുക്കുമുണ്ട്. ഒരു കാര്യം ഇസ്ലാം ഹറാമാക്കിയിട്ടുണ്ടെങ്കിൽ ആ ഹറാമ് പിന്നെ നിർബന്ധിത സാഹചര്യം വരുമ്പോൾ അത് ചെറിയ വാതിൽ ഒരു ചെറിയ അളവിൽ അത് തുറന്നു. ഇല്ലാമൻ ഉക്രിഹ വഖൽബു മുത്മഇന്നും ബിൽ ഈമാൻ. ഒരു മനുഷ്യൻ കുഫറിന്റെ വാചകം വരെ അവന്റെ ജീവൻ സംരക്ഷിക്കാൻ വേണ്ടി പറയാം. അതേപോലെ തന്നെ ഹറാമത്തുനിന്ന് ഫമൻ തുറ ഗൈറ ബാഗിൻ വലാ ആദിൻ ഫലാ ഇസ്മ അലൈഹി. ഒരാൾ ജീവൻ സംരക്ഷിക്കാൻ വേണ്ടി ചിലപ്പോൾ അയാൾക്ക് എന്ത് ചെയ്യാം, ഹറാമ ഭക്ഷിക്കാം. പക്ഷെ ആ ഭക്ഷിക്കുന്നത് അയാൾക്ക് കുറ്റമല്ല. പക്ഷെ ആൾ എന്ത് ചെയ്യാൻ പാടില്ല, ഗൈറ ബാഗിൻ വലാ ആദിൻ, അതിരുവിടാൻ പാടില്ല. അപ്പം ഇവിടെ യഥാർത്ഥത്തിൽ ബാങ്കുമായി കൊണ്ട് ബന്ധപ്പെട്ട് നമുക്ക് നിർബന്ധിതാവസ്ഥ ഉണ്ട്. കാരണം ഗവൺമെൻറ് ജോലിക്കാരും ഗൾഫുകാർക്കൊക്കെ വേറെ നിർവാഹമില്ല. അപ്പം നമ്മൾ അത്തരം അസ്ലി ഹറാമായൊരു കാര്യത്തിലേക്ക് നമ്മൾ നിർബന്ധിതാവസ്ഥയിൽ ബന്ധപ്പെടേണ്ടി വരുമ്പോൾ ഇസ്ലാമിൻ്റെ ഒരു കാര്യം എന്താ ചോദിച്ചാൽ എത്രയാണോ നമ്മുടെ ഹാജത്ത് ഖദർ അത്രമാത്രം നമുക്ക് അനുവദിക്കാവുള്ളൂ, അതിനപ്പുറത്തേക്ക് പോകാൻ പാടില്ല. ബാങ്കുമായി ബന്ധപ്പെടുന്നു എന്നുള്ളത് എന്തല്ല, ആ ബാങ്കിൻ്റെ പലിശ സ്വീകരിക്കാൻ നമുക്കെന്തല്ല ന്യായം അല്ല. അപ്പോൾ ഇൻഷുറൻസും അതുപോലെ തന്നെയാണ്. ഇൻഷുറൻസ് നമ്മൾ നിർബന്ധിതരാണ്. ഇൻഷുറൻസ് അസല് ഹറാമാണ്. ഗവൺമെൻറ്റിനല്ലാത്ത പ്രൈവറ്റ് കമ്പനികളെല്ലാം ഇൻഷുറൻസ് ഹറാമാണ്. പക്ഷെ നമ്മൾ വാഹനത്തിനൊക്കെ നമ്മൾ നിർബന്ധ ആവശ്യം ചെയ്യുന്നു. അപ്പോൾ നിർബന്ധാവസ്ഥ ഏറ്റവും ചുരുങ്ങിയത് തേർഡ് പാർട്ടി എന്നൊക്കെ പറയുന്നത് അതേ നമുക്ക് അനുവദനീയമാകുള്ളൂ. അതേപോലെ തന്നെയാണ് ഇവിടെ ഇസ്ലാമിക ശരീഅത്തിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പിന്നെ ചെറിയ ഇതെന്ത് ചെയ്യുക, പലിശ എന്നല്ല, നിർബന്ധ സാഹചര്യത്തിൽ നമ്മൾ ഉപയോഗിക്കാനും പാടില്ല. ബാങ്കിന് കിട്ടിയാൽ തന്നെ നമ്മളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായി കൊണ്ട് ഒരു സേഫ്റ്റി ബാങ്കിലുണ്ടെങ്കിൽ ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി പോലുള്ള ആളുകളൊക്കെ പറഞ്ഞു വെച്ചാൽ ആ സേഫ്റ്റിക്ക് മാത്രമാണെങ്കിൽ അവിടെ ഉപയോഗിക്കാം, പലിശ നമുക്ക് എന്ത് ചെയ്യാം, ഒഴിവാക്കുകയും ചെയ്യാം. ഇനി ഇവിടെ ഏറ്റവും നമ്മൾ ഇദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ മനസ്സിലാക്കേണ്ട ഒരു തമാശ എന്താ വെച്ചാൽ ഇദ്ദേഹം പറയുന്നു ബാങ്ക് പലിശ
പലിശയല്ല. അപ്പോൾ ഇവിടുത്തെ നമുക്കറിയാം കേരളത്തിൽ വലിയ സാമ്പത്തിക വിദഗ്ധനാണ് തോമസ് ഐസക്കിനെ പോലുള്ള ആളുകൾ. അവർ പറയുന്നത് വെച്ചാൽ ഇവിടെ ഇനി ഇസ്ലാമിക് ബാങ്ക് കൊണ്ടുവരണം. അപ്പം ഇവിടുത്തെ ബാങ്കിൽ പലിശ ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇസ്ലാമിക് ബാങ്കിന്റെ ആവശ്യപ്പെടാൻ? ഈ ബാങ്കിലുള്ളത് പലിശയാണ് എന്നുള്ളത് തോമസ് ഐസക്കിന് വരെ എന്തായിട്ടുണ്ട്, ബോധ്യമായിട്ടുണ്ട്. പക്ഷെ ഈ പറയുന്ന ആൾക്ക് ഇത് എന്തായിട്ടില്ല, ബോധ്യമായിട്ടില്ല. അപ്പോൾ തോമസ് ഐസക്കിന് വരെ അറിയാം ഇവിടെയുള്ള ബാങ്ക് സിസ്റ്റം യഥാർത്ഥത്തിൽ ഇസ്ലാമിന് യോജിക്കുന്നതല്ല. അത് ഇസ്ലാമിക് ബാങ്ക് ഇവിടെ കൊണ്ടുവരാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ അത് ഇസ്ലാമിക ലോകത്തും അതല്ലാത്ത ലോകങ്ങളൊക്കെ അതിനെ സംബന്ധിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ പറയുന്ന വേറൊരു കാര്യം എന്താ വെച്ചാൽ, ഇത് ഞാൻ പുതുതായി പറയുന്നതല്ല, ഇത് പല യൂണിവേഴ്സിറ്റികളിലുള്ള ആളുകൾ പറഞ്ഞിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇത് ഇദ്ദേഹം പുതിയതായി കണ്ടെത്തി പറയുന്ന ആ രൂപത്തിലാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ അവസാനം അദ്ദേഹത്തിന് പറയേണ്ടി വന്നതാണ്. യഥാർത്ഥത്തിൽ ആര് പറഞ്ഞാലും ഇസ്ലാമിക ശരീഅത്തിൻ്റെ അടിസ്ഥാന നിയമങ്ങൾക്ക് ഇനി ഏത് യൂണിവേഴ്സിറ്റിയിലുള്ള പ്രൊഫസർ പറഞ്ഞാലും അയാൾക്ക് പോകാമെന്നല്ലാതെ നിയമം മാറില്ല. കാരണം ഇത് ഇസ്ലാമിക അഹല്ലല്ലാഹുൽ ബൈഅ വഹറമ റിബ, കച്ചവടം ഹലാലാണ്, പലിശ ഹറാമാണ്. അത് ബാങ്ക് പലിശയാണെങ്കിലും പിന്നെ ഇത് അന്ന് മുസ്തഫൽ ഫൈസി പോലൊക്കെ പറഞ്ഞ ന്യായം എന്താ വെച്ചാൽ, നമ്മുടെ നാണയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലുള്ള സ്വർണം വെള്ളിയൊക്കെ നാണയമാണ്. ഇന്നിപ്പോൾ നമ്മുടെ നാണയം എന്ന് പറഞ്ഞെങ്കിൽ കടലാസാണ്. അപ്പം ഇത് കടലാസിൻ്റെ വിധിയുള്ളൂ, സ്വർണത്തിൻ്റെ വിധി. അപ്പം നമ്മൾ ചോദിക്കുന്നത്, നമ്മൾ പീഡിയ ചെന്നിട്ട് കടയിൽ ചെന്നിട്ട് നമ്മളെന്താ കൊടുക്കുന്നത്? ഇതാ കൊടുക്കണം. അപ്പം ഈ പേപ്പറിന് ഒരു വാല്യൂ ഇല്ലെങ്കിൽ ഓൻ എങ്ങനെ നമുക്ക് തക്കാളി അരിയും പഞ്ചസാര തരിക? നമ്മളിപ്പോൾ ഈ ഒരു A4 ഷീറ്റ് കൊടുത്താൽ തരില്ല. അപ്പം അതിനൊരു മൂല്യമുണ്ട്. ആ മൂല്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബാക്കിലുള്ള സ്വർണ്ണവും വെള്ളിയാണ്. ലോകത്ത് ബുദ്ധിയുള്ള എല്ലാ ആളുകൾക്കും സാമ്പത്തിക ശാസ്ത്രം പഠിച്ച ആൾക്കും അറിയാം. അപ്പം അതുകൊണ്ട് തന്നെ നഖദ്, ഇന്നത്തെ കറൻസിക്ക് നഖദിൻ്റെ ഹുക്കുമ് കൊടുക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പല ആളുകളും ഈ ഒരു ബന്ധം വിശ്വസിക്കുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഉള്ള നഖദ്, ആ നഖദിൻ്റെ അതേ വിധി തന്നെയാണ് ഇന്നത്തെ. അത് അന്ന് സ്വർണം വെള്ളിയും നാണയങ്ങളായിരുന്നു. ആ സ്വർണത്തിൻ്റെ വെള്ളിയും നാണയത്തിൻ്റെയും അതേ വിധി തന്നെയാണ് നമ്മുടെ ഇന്നത്തെ കറൻസി. അത് ലോകത്ത് തർക്കമില്ലാത്തൊരു കാര്യം. അപ്പം ഈ ഒരു രീതിയിൽ ഇസ്ലാം ഹറാമാക്കിയ ഒന്നിനെ വളരെ ലാഘവത്തോടു കൂടി ഞാൻ എൻ്റെ ഖുർആൻ പഠനത്തിൽ നിന്ന് മനസ്സിലാക്കിയെന്നൊക്കെ പറഞ്ഞ് ജനങ്ങളിലേക്ക് അവതരിപ്പിക്കുന്ന ഇത്തരം ആളുകളുടെ തനിനിറം ഇനി ഇതിവിടെ നിൽക്കില്ല. ഇത് പലിശയും ഒന്നും നിൽക്കില്ല. ഇനി കുറച്ച് കഴിഞ്ഞ് മുത്തായി വിവാഹം പലിശ ഹറാമല്ല എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല, ബാങ്കത്തെ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ഇത് വലിയ അപകടമാണ്. എന്തായാലും ഇത് ഏതുപോലെ ചോദിച്ചാൽ, ഇപ്പോൾ ആദ്യം ഹദീസ് നിഷേധിക്കുന്ന ആളുകൾ എന്താ വെച്ചാൽ ഒരു ഹദീസ് നിഷേധിക്കും. ഇപ്പോൾ ഇയാൾ ഇതൊക്കെ അങ്ങനെ തന്നെയാണ്. പിന്നെ ഇങ്ങനെ പോകും. ഇപ്പം ഈ ബാങ്ക് പലിശ ഹലാലല്ലെങ്കിൽ ഹലാലായി കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളവർക്ക് സ്വാഭാവികമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് വെച്ചാൽ ഇത്തരം ആളുകളുടെ ഒരു യഥാർത്ഥ മുഖം നമ്മൾ മനസ്സിലാക്കണം. ഇസ്ലാമിക ശരീഅത്തിൽ വളരെ കൃത്യമായി പഠിപ്പിക്കപ്പെട്ട നിയമങ്ങളെപ്പോലും മെല്ലെ 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 മാറ്റി നിർത്തി സഹാബത്തിനെ പരിഹസിച്ച്, സഹാബത്തിനെ ചീത്ത പറഞ്ഞ്, ഇസ്ലാമിക ശരീഅത്തിലെ പണ്ഡിതന്മാരെ ചീത്ത പറഞ്ഞ് പരിഹസിച്ച് കൊണ്ട് നടക്കുന്ന ഈ ആളുകളെ പൊതുസമൂഹം ഇവിടൊക്കെ തനിനിറം തിരിച്ചറിയണം. അതിൽ അവസരം കൂടിയാണ് ഇത്തരത്തിലുള്ള സംസാരങ്ങളെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഇന്ന് ഈ വിഷയം ചർച്ചക്കെടുക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം തന്നെ ഇപ്പോൾ ഈ ആളുകളുടെ ഇത്തരത്തിലുള്ള ആളുകളുടെ വാദങ്ങൾ കേട്ടിട്ട് നേരത്തെ മാലിക് സലഫി പറഞ്ഞ പോലെ തന്നെ ഇത് ആളുകൾക്കൊരു പാലാണ്. ആളുകളുടെ മനസ്സിലേക്ക് അള്ളാഹു നിഷിദ്ധമാക്കിയ ഒരു കാര്യത്തെ വളരെ ലാഘവത്തോടു കൂടെ കാണുന്നൊരു അവസ്ഥ ഉണ്ടാകും. പ്രത്യേകിച്ച് വിശ്വാസികളായ ആളുകൾ പലിശയുമായി ഗൗരവത്തിൽ പഠിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. മൂസലേക്ക് അതിനോട് കൂട്ടിച്ചേർക്കാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? ശരിക്കും എന്താ വെച്ചാൽ ഇത് ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടൊക്കെ ഇത് ഭയങ്കരമായിട്ട് വ്യാപിക്കുകയാണ്. വീട് വെക്കാൻ, അല്ലെങ്കിൽ വാഹനം എടുക്കാൻ, ഏക്കർ കണക്കിന് സ്ഥലം വാങ്ങാൻ, അതേപോലെ ജോലി ആവശ്യങ്ങൾക്ക്, പഠന ആവശ്യങ്ങൾക്ക് ഒക്കെ പെട്ടെന്ന് ചിന്തിക്കുക ലോൺ എടുക്കുക എന്നാണ്. അവസാനം ലോൺ എടുത്ത് ബുദ്ധിമുട്ടി ഉണ്ടാക്കിയ വീട് വിറ്റിട്ടും തീരാത്ത വിധം പലിശ കടം, ഉപയോഗിക്കുന്ന വാഹനം വിറ്റിട്ടും തീരാത്ത വിധം ഈ പലിശയിൽ ആളുകൾ കുടുങ്ങി പോവുകയാണ്. ഇവിടെ എന്താ വെച്ചാൽ ആളുകൾ ചോദിക്കുന്ന രണ്ട് ചോദ്യങ്ങൾ എന്താ വെച്ചാൽ, വളരെ ബുദ്ധിമുട്ടിയിലല്ല ഇങ്ങനെ ചെയ്യണത്, എന്തതിന് പ്രശ്നം? മറ്റൊന്ന്, വാങ്ങുന്ന എനിക്കും പ്രശ്നമല്ല, തരുന്ന ബാങ്കുകാർക്കും പ്രശ്നമല്ല, പിന്നെ എന്തിനാ ഇടയിൽ കയറിയാണ്ട് ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത്, ഇങ്ങനെ ചോദിക്കണത്. അപ്പോൾ ശരിക്ക് ഈ രണ്ട് ചോദ്യങ്ങളും വരാനുള്ളൊരു സാഹചര്യം എന്താ വെച്ചാൽ, അല്ലെങ്കിൽ ഇതിനൊക്കെ വളട്ട് കൊടുക്കാനുള്ള കാരണം എന്താ വെച്ചാൽ, ഒന്ന് ശക്തമായ തെവീലാണ്. അപ്പോൾ ഇയാൾ തന്നെ പറഞ്ഞല്ലോ, എന്ത് ഞാൻ പഠിച്ച ഖുർആനെന്ന്. ഇയാൾ ഏത് ഖുർആനാണ് പഠിച്ചത് നമുക്കറിയില്ല. അത് ഒരു വ്യാഖ്യാന ചിന്തയാണത്. അതേപോലെ തന്നെ ജഹിൽ, ഒരു അറിവും ഈ വിഷയത്തെ പറ്റിയില്ല. എന്താ പലിശ എന്ന് പോലും ഇയാൾക്കറിയില്ല. അതിപ്പോൾ ഇയാൾ പ്രയോഗിച്ച ഫായിദ എന്ന വാക്കും അതേപോലെ തന്നെ റിബ എന്ന വാക്കും
പണ്ഡിത ലോകത്ത് ചർച്ച ചെയ്യപ്പെട്ടത് എങ്ങനെയാണ് അതുപോലും അയാൾക്കറിയില്ല. ഇത് ഒരു ശക്തമായ ജഹ്ല് പറയും. ഏതാണ്? ദാലിക ബി അന്നഹും കരിഹുമാ അൻസലല്ല. അള്ള ഇറക്കിയ നിയമങ്ങളെപ്പറ്റി ഒരു വെറുപ്പാണ്. കാരണം അള്ളാഹിനെയും അള്ളാഹിൻ്റെ ദൂതനെയും വെറുക്കുക എന്നുള്ളതാണല്ലോ ഇവരുടെ അജണ്ട. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഫലം എന്ത് ചെയ്യും? പുറത്തു വരും. ഇനിയിപ്പോൾ ഈ നിർബന്ധ സാഹചര്യം എന്ന് പറഞ്ഞ് ഇതിൻ്റെ പിന്നാലെ ഓടുന്ന പല ആളുകളുണ്ട്. ഇവിടെ മഹാനായ ഇബ്നു ഖയ്യിം റഹിമഹുല്ല ഈ പിന്നെ ഇതിൻ്റെ ഇത്തരം പിന്നെ കാര്യങ്ങളെ പിന്നാലെ പോകുമ്പോൾ പറ്റി പറയണമെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരാൾ നല്ല കയ്പുള്ള മരുന്ന്, അയാളെ രോഗം മാറണമെങ്കിൽ അയാൾ എന്ത് ചെയ്യണം? ആ മരുന്ന് കുടിച്ചേ മതിയാവുള്ളൂ. അപ്പോൾ ഇത് കഴിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അയാൾ കുടിക്കാതിരുന്ന സംഭവിക്കുക, അയാൾ രോഗം മൂർച്ഛിച്ച് വേറെ പ്രശ്നത്തിക്കെത്തും. അപ്പോൾ അയാൾ ശക്തമായ കയ്പുള്ള മരുന്ന് കുടിക്കാൻ നിർബന്ധിതനാകുകയാണ്. അയാൾ കുടിക്കണം. അതേപോലെ നല്ല ചൂടുള്ള സമയത്ത് നമ്മൾ നോമ്പെടുക്കുന്നു. ഇപ്പോൾ കഴിഞ്ഞ റമദാൻ ശക്തമായ ചൂടുള്ള സമയമാണ്. എന്നിട്ടും നമ്മളാരും ചൂടേറെ നോമ്പ് ഒഴിവാക്കിയിട്ടില്ല. എന്ത്? നമ്മുടെ മേൽ നിർബന്ധമാക്കപ്പെട്ട സംഗതിയാണ്. നമ്മളെത്ര ബുദ്ധിമുട്ടിൻ്റെ വക്കത്തെത്തിയാലും പലിശയിൽ അകപ്പെടുന്നതിനെ പറ്റി എന്ത് ചെയ്യാൻ പറ്റില്ല? ചിന്തിക്കാൻ പറ്റില്ല. കാരണം അള്ളാഹ് ഹറാമാക്കിയതാണ്. അപ്പോൾ ഞാൻ ഭയങ്കര കുടുങ്ങി ഇടങ്ങാറായി നിൽക്കുകയല്ലേ, എനിക്ക് ആരാ ഉള്ളതെന്നല്ല. അള്ളാഹുവിൽ തവക്കുലാക്കിയാൽ ഒരു മഹ്റജ് ആര് തരും? അള്ളാഹു തരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഹറാമിക്ക് പോകേണ്ട ആവശ്യമില്ല. അതാണ് വിശ്വാസികളോട് പറഞ്ഞത്, ഫുമ്മല യജിദു ഫി അൻഫുസിഹിം ഹറജം മിമ്മാ ഖളൈത വയുസല്ലിമു തസ്ലീമ. ഇത് അള്ളാഹു റസൂലും വിരിച്ച കാര്യമാണ്. ഞാനിതിന് കീഴ്പ്പെടണം. സമീന വാതൈന, ഇത് കേൾക്കണം, അനുസരിക്കണം. ഇപ്പോൾ ഈ പലിശയുമായി ബന്ധപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിലൊക്കെ നമുക്ക് വ്യക്തമായി കാണും, ഇത് ലാനത്ത്, ശാപം കിട്ടുന്ന പണിയാണ്. ഈ ശാപം കിട്ടുന്ന പണിക്കാണ് പിന്നെ ഈ ഫോം പൂരിപ്പിച്ചു കൊടുക്കുന്നത്, അതിന് വക്കാലത്ത് നിൽക്കുന്നത്, അതിന് ശുപാർശ വരുന്നത്, അതിനു വേണ്ടി വരി നിൽക്കുന്നത്, ഒക്കെ ശാപം കിട്ടുന്ന പണിക്കാണ്. അപ്പോൾ അതാണ് വിശ്വാസികൾ വളരെ ഗൗരവത്തിൽ കാണുന്നത്. പിന്നെ അതുമല്ല, ഇപ്പോൾ ഇയാൾ ബാങ്ക് പലിശ ഹറാമല്ല, അത് അനുവദനീയമാണ് എന്ന് പറയുമ്പോൾ ഇയാൾ ഏത് നിലക്കാണ് പിന്നെ ഇസ്ലാമിൻ്റെ കാര്യങ്ങൾ പഠിച്ചു അറിയണില്ല. കാരണം പിന്നെ ഈ ബാങ്കിൽ നിന്നുള്ള റിബ, അത് റിബയിൽ പെട്ടതാണ് എന്ന് പണ്ഡിതന്മാർ ചർച്ചക്കെടുത്തിട്ട് അതിനാര് കൂട്ടു നിന്നാലും അത് വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ എന്ന ആയത്തിൻ്റെ പരിധിയിലാണ് വരിക. ഒരു പാപത്തിനും അതേപോലെ തന്നെ ഒരു ഉദ്വാനും വേണ്ടി നിങ്ങൾ കൂട്ടു നിൽക്കരുത് എന്ന് ഖുർആൻ പഠിപ്പിച്ചതിൽ അത് പെടും. ആ നിലക്കാണ് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അതേപോലെ വൻ പാപം സബൂൽ മൂബിഖാത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണി പഠിപ്പിച്ച കാര്യമാണിത്. അപ്പോൾ ഇങ്ങനത്തെ വിഷയങ്ങളൊന്നും ചിന്തിക്കാതെ എന്തോ ആകാലോ, ഇതിപ്പോൾ ഒരു മൗലവിയല്ലേ പറയണത് എന്നെ ചിന്തിക്കണത്. ഇനി മാത്രമല്ല, ഇവിടെ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശരിക്കും ഒരു മനുഷ്യൻ്റെ അവകാശങ്ങളെ പ്രഖ്യാപിച്ച അവിടുന്ന് വിടവാങ്ങൽ പ്രസംഗം, അത് കേൾക്കാത്ത മുസ്ലിങ്ങളുണ്ടാവില്ല. അവിടുന്ന് റിബയെ കുഴിച്ചു മൂടി, ഇനി ആ ജാഹിലിയത്തിലെ സമ്പ്രദായം ഇല്ല എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിച്ച ചരിത്രം കഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ കുടുംബത്തിനെ മാതൃക കാണിച്ചു. ഇനി അതുമല്ല, വലാ തൗക്കുലു അംവാലക്കും ബൈനക്കും ബിൽ ബാത്തിൽ, ഖുർആൻ ആവർത്തിച്ച് പറഞ്ഞ കാര്യമാണ്. നിങ്ങൾക്കിടയിൽ അന്യായമായി നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, സ്വത്ത് തിന്നാൻ പാടില്ല എന്ന് പറഞ്ഞു. ഈ ആയത്തിനെ വിശദീകരിച്ചിട്ട് പണ്ഡിതന്മാരെന്ത് ചെയ്യുന്നുണ്ട്, റിബൽ ബാങ്കിൽ നിന്നുണ്ടാകേണ്ട റിബ പിന്നെ അതെ അത് ഒഴിവാക്കേണ്ടതാണ്, അതിനെ ലാഘവത്തിൽ കാണരുത് എന്ന് വിവരമുള്ള പണ്ഡിതന്മാർ പറയുന്നുണ്ട്. ഇതിപ്പോൾ ഖുർആനിലെ ആയത്താണ്. ഈ ആയത്ത് കൊണ്ട് തന്നെ പണ്ഡിതന്മാരെന്തായി അതിനെ നിശ്ചിതാക്കി. ഇനി മാത്രവുമല്ല, യംഹഖുല്ലാഹു റിബ, അള്ളാഹു റിബയെ ക്ഷയിപ്പിക്കുന്ന പറഞ്ഞത്, വളർത്തുന്നല്ല. അപ്പോൾ ഇവിടെ മഹാനായ ഷെയ്ഖ് നാസറു സഅദി റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, അള്ളാഹു ക്ഷയിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അറിയോ, ബറക്കത്ത് ഉണ്ടാവില്ല എന്നാണ്. ഇപ്പോൾ കാഴ്ചക്കാരൻ പലിശൻ്റെ പിന്നാലെ പോയോല് ഏതെങ്കിലും ഒരു വിധത്തിൽ എന്ത് ചെയ്യും, നമ്മുടെ മുമ്പിൽ കുടുങ്ങിക്കാണുക. നല്ല മുന്തിയ വാഹനാക്കാരം, പക്ഷേ ആ വാഹനം പിന്നെ കാണുന്നില്ല. വലിയ വീടാക്കാരം, ആ വീട് പിന്നെ കാണുന്നില്ല. പിന്നെ അവന് സ്വസ്ഥതല്ല, അവന് കിട്ടുന്നൊന്നും മതിയാകണില്ല, ഒരു ബറക്കത്ത് ഇല്ല. മറ്റൊന്ന്, അവൻ ആഫാത്തുകളിൽ അകപ്പെടും. അതാണ് പറഞ്ഞത്, കുടുംബസമേതം മരണത്തിന് കീഴ്പ്പെടുന്നു, അല്ലെങ്കിൽ വിഷം കഴിച്ച് മരിക്കുന്നു, നാട് വിടും, എവിടേക്കെങ്കിലും പോവുക, ആരും കിട്ടാതെ എവിടേക്കെങ്കിലും പോവുക, അതെ. അതേപോലെ കുടുംബങ്ങളിലേക്ക് പിന്നെ ആഴ്ചക്കാഴ്ച കത്ത് വരിക, ഈ ബാങ്കിൽ നിന്ന് ആളുകൾ വരിക, മനുഷ്യന്മാരുടെ ഇടയിൽ വഷളാക്കപ്പെടും. ഇതൊക്കെ ആഫാത്തിൽപ്പെട്ട കാര്യങ്ങളാണ്. ആളുകളൊക്കെ തേടി വരിക. എന്ത് കുട്ടികൾക്കറിയില്ല, ഭാര്യക്കറിയില്ല, ഉമ്മാക്കറിയില്ല, അവരൊക്കെ പ്രയാസത്തിലാകുക. മറ്റൊന്ന്, സാദൻ ഇലന്നാർ, നരകത്തിക്കുള്ള ഭക്ഷണമാണ്. അപ്പോൾ അതാണ് അള്ള ക്ഷയിപ്പിച്ചൊരു കാര്യത്തിന് എന്ത് ചെയ്യണത്, ഇങ്ങനെ കുറേ ന്യായങ്ങൾ പറഞ്ഞിട്ട് അതെനിക്ക് തോന്നുന്നില്ല പലിശയാണെന്നുള്ളത് എന്നൊക്കെ പറഞ്ഞു. അത് തെവീലും ജഹലുമാണ്. ഇതിൽ നിന്ന് ഒരു മോചനം, ഇനി ഇതൊക്കെ കേട്ട് അപ്പോൾ ഇതിന് ഇങ്ങനെ വകുപ്പുണ്ടല്ലേ
എന്ന് ചിന്തിച്ച് ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ ഒരു നമ്മളെ വാതിൽ തിരിച്ചറിവ് തുറക്കന്നെ വേണം. ചെയ്യരുത്. തൗബ ചെയ്ത് എന്നിട്ട് ഈ പരീക്ഷയുമായി ബന്ധപ്പെട്ട ആയത്ത് പറഞ്ഞപ്പോൾ അല്ല പറഞ്ഞല്ലോ, എന്നിൽ നിന്ന് വന്ന മൗഇദത്തിനെ, ഉപദേശത്തെ അവർ ശ്രദ്ധിക്കുകയാണെങ്കിൽ അതാണ് അവർക്ക് ഏറ്റവും ഉത്തമം എന്ന് ഖുർആൻ പ്രത്യേകം എടുത്ത് പറഞ്ഞ കാര്യമാണ്. അപ്പോൾ ആ നിലയ്ക്ക് അള്ളാഹുവിനും റസൂലിനും യുദ്ധം അതെ അത്രമേൽ ഗൗരവമുള്ള കാര്യമാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് വെച്ചാൽ മുസ്ലിം പറഞ്ഞ പോലെ തന്നെ പലപ്പോഴും എന്താ വെച്ചാൽ ആളുകൾ ഈ ലോണുക്ക് മറ്റൊക്കെ ഞാൻ നിർബന്ധിത വേറെ വഴിയില്ല. ഒരു മനുഷ്യന്റെ നിർബന്ധിതാവസ്ഥ എന്ന് പറഞ്ഞ ഇസ്ലാമിക ശരീരത്തിൽ അയാളുടെ ജീവൻ അപകടപ്പെടുത്തുന്ന അവസ്ഥയാണ്. അയാൾ ജീവൻ അപകടപ്പെടുത്തുന്ന ആ ഹറാം അയാൾ ചെയ്തിട്ടില്ലെങ്കിൽ അയാളുടെ ജീവൻ അപകടത്തിൽപ്പെടും. അപ്പോഴൊക്കെ ചാൻസ് ഉള്ളൂ. നേരത്തെ പറയുമ്പോൾ ഇവിടെ നമ്മളെന്ന് വെച്ചാൽ പിന്നെ പലപ്പോഴും ആളുകൾ ഈ ഹറാം ഈ പലിശയിലേക്ക് പോകുന്നത് വെച്ചാൽ ഭൗതിക സൗകര്യങ്ങൾക്ക് വേണ്ടിയാണ്. മക്കളുടെ പഠനം, പിന്നെ വിദേശ രാജ്യങ്ങളിൽ പഠിക്കാൻ വേണ്ടിയിട്ടാണ് പല ആളുകളും പലിശ. അതുപോലെ തന്നെ വീട് അവസരങ്ങളുണ്ട്, അത് പിന്നെ വീടുണ്ടാക്കാന്ന് പറഞ്ഞാൽ വീട് പ്രാഥമിക ആവശ്യമാണ്. പക്ഷേ വീടിന്റെ മോടി കൂട്ടാനും അതുപോലെ മറ്റുള്ള വാഹനങ്ങൾ ഇങ്ങനെ പലപ്പോഴും വെച്ചാൽ ഇസ്ലാം ഒരു നിർബന്ധിത സാഹചര്യം പറഞ്ഞ് അതിനപ്പുറത്തേക്ക് ആണ് പല ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പലപ്പോഴും ഈ പിന്നെ ലോണിലേക്ക് ഇതിൻ്റെയൊക്കെ ഒരു അപകടം എന്താ വെച്ചാൽ ഇപ്പോൾ ഭാര്യ ഭർത്താക്കന്മാർ വേർതിരിക്കപ്പെടുക, മക്കള് രക്ഷിതാക്കളെ കൈയൊഴിയുക, അതേപോലെ തന്നെ കുടുംബങ്ങൾ പറയാം അണക്കാൻ്റെ കൊക്കിൽ നിങ്ങൾ എടുത്താൽ പോരെ, എന്തിനാ ഇല്ലാത്തത്. അതേപോലെ സാക്ഷി നിന്ന ആളുകൾ അവസാനം വഴക്കിട്ട് ശണ്ട കൂടി ബന്ധങ്ങൾ മുറിയുക. എന്തൊക്കെ അപകടങ്ങളാണ് ലോകത്ത് നടക്കുന്നത്. മാത്രമല്ല ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് വെച്ചാൽ ഇത്തരം ആളുകൾ, അതായത് ഇങ്ങനെ കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ സംരക്ഷിക്കാൻ ഇസ്ലാമിലെ സക്കാത്ത് സിസ്റ്റം, ആ സക്കാത്ത് സിസ്റ്റത്തിലേക്ക് പോവുക എന്നല്ലാതെ ഒരു ഹറാമിലേക്ക് വാതിൽ തുറക്കേണ്ട ഒരു ആവശ്യം ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലില്ല. കാരണം ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒന്നുകിലൊക്കെ കടം വാങ്ങാം, ആ കടം പിന്നെ ഇനി അതല്ലെങ്കിൽ സക്കാത്ത് വാങ്ങാം, സക്കാത്തിന് അയാൾ അവകാശികൾ, സക്കാത്തിന്റെ സിസ്റ്റം നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്, സ്വതക്ക കൊടുക്കാം. അതല്ലാതെ ഒരു ഹറാമിലേക്ക് പോകുന്നൊരവസ്ഥ ഒരിക്കലും ഉണ്ടാകരുത്. അതിനി ഈ അതിലേക്ക് വാതിൽ തുറക്കുന്ന ഈ ഇത്തരം ആളുകളെ നമ്മുടെ സമൂഹം എന്ത് ചെയ്യണം, ഒറ്റപ്പെടുത്തുകയും തിരിച്ചറിയുകയും വേണം. കാരണം ഇന്ന് പലിശയാണെങ്കിൽ നാളെ നോക്കിക്കോ മുത്തായ വിവാഹം വരും. കാരണം ഇയാൾ ഷിയ ചിന്താഗതിക്കാരനാണ്. അപ്പം ഇവിടെ മുത്തായ വിവാഹത്തിന് ഇയാൾ പിന്നെ അടുത്ത മുത്തുവായ വിവാഹം വരും. അതുപോലെ തന്നെ വ്യഭിചാരശാലകളുണ്ടാവും, അതുപോലെ തന്നെ ജാറങ്ങൾ, ഇങ്ങനെ എല്ലാ ഇസ്ലാം വിരോധിച്ച എല്ലാ ഹറാമിലേക്കും അപ്പോഴേ ആൾ കിട്ടുള്ളൂ. കാരണം ഇസ്ലാമിൻ്റെ ചെറുതായ രൂപം പറയുമ്പോൾ ആൾ എന്ത് ചെയ്യില്ല. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ പിന്നെ യുവാക്കളെ കിട്ടണമെങ്കിൽ എന്താ വെച്ചാൽ ഓൾക്ക് ആവശ്യമുള്ള ഓല ഹവക്കനുസരിച്ച് പിന്നെ അതുപോലെ ഈ പിന്നെ ഈ ബാങ്കുമായി ഇവർ ബന്ധപ്പെടുന്നില്ലേ, അപ്പോൾ പലിശയിൽ പെടുന്നില്ലേ എന്ന് പറഞ്ഞ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കുകയാണ്. ശരിക്ക് ഇങ്ങനെ വരുന്ന പലിശ ഒന്നും ഒരു വിശ്വാസം എടുത്തുകാണ്ട് ഓൻ്റെ കുടുംബം നോക്കാനോ ഓൻ്റെ സ്വന്തം കാര്യത്തിനോ അല്ല. അതൊക്കെ ഉൾക്കാഴ്ചയുള്ള പണ്ഡിതന്മാർ കൃത്യമായി കാലോചിതമായി വിശദീകരിച്ചിട്ടുണ്ട്. പലിശയെ പലിശ കൊണ്ട് ഇല്ലാതെയാക്കുക, എന്തെങ്കിലും സാമൂഹിക പ്രശ്നങ്ങൾ പൊതുവാശങ്ങൾക്ക് ഉപയോഗിക്കുക, അതാണ് ഇപ്പോൾ നടന്നു വരുന്നത്. അല്ലാതെ അതെടുത്തിട്ട് ഇങ്ങനെ എനിക്ക് സ്വകാര്യമായിട്ട് കിട്ടിയെന്നുള്ളതൊക്കെ ആരും എന്ത് ചെയ്യണില്ല, കൈകാര്യം ചെയ്യുന്നില്ല. നമുക്ക് വൈൻഡപ്പ് ചെയ്യാം, നമുക്ക് അവസാനിപ്പിക്കാം. നമ്മളിന്ന് അൽഹംദുലില്ലാഹ് 2 വിഷയങ്ങളാണ് നമ്മൾ ചർച്ചയ്ക്കെടുത്തത്. ശ്രോതാക്കളോട് ഓർമ്മപ്പെടുത്താനുള്ളത് 2 വിഷയങ്ങളും ഗൗരവമുള്ള വിഷയമാണ്. 2ലും വിശ്വാസികളായ ആളുകൾ പഠിക്കേണ്ട ധാരാളം കാര്യങ്ങളുണ്ട്. നമ്മൾ പല ആരോപണങ്ങളും കേൾക്കുമ്പോൾ ഇസ്ലാമിനെ നമ്മൾ നമ്മുടെ വകയായിട്ട് വ്യാഖ്യാനിക്കാനും വിശദീകരിക്കാനും പോകുന്നതിന് മുമ്പ് നമ്മൾ പഠിക്കാൻ തയ്യാറാവുക. അപ്പോൾ ഇസ്ലാമിലെ ശിക്ഷാവിധികളുമായിട്ട് അഹ്കാമുൽ ഹുദൂദുമായി ബന്ധപ്പെട്ട പഠനം നമ്മൾ നടത്തുമ്പോൾ ഏറ്റവും കാലിക പ്രസക്തമായ ഏറ്റവും നീതിപൂർണമായ നിയമമാണ് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റും. കാരണം ഇത് അല്ലാഹ് ഇറക്കിയതാണ്, അള്ളാഹു അവതരിപ്പിച്ചതാണ് നിയമങ്ങൾ. അതുകൊണ്ട് തന്നെ അങ്ങനെ നമ്മൾ ദീനിനെ പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ പല ആളുകളും ഇസ്ലാമിൻ്റെ നിയമങ്ങളെ വിമർശിക്കാനും പിന്നെ അതിൽ ഇളവുകളൊക്കെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു കാലഘട്ടം കൂടെയാണിത്. വസ്തുതകൾ നമ്മൾ പഠിക്കുക, ദീന് നമ്മൾ ഉൾക്കൊള്ളുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ദീനനുസരിച്ച് ജീവിച്ച് ആ ദീനിൽ നിന്നുകൊണ്ട് തന്നെ മരിക്കാനുള്ള തൗഫീക്ക് നമുക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ. ഇൻഷാ അള്ളാഹ് മറ്റു ചില വിഷയങ്ങളുമായി അടുത്ത ആഴ്ച വീണ്ടും നമുക്ക് ഇതേ സമയത്ത് ഒരുമിച്ചിരിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ ഖൈറുകളും ബറക്കത്തുകളും നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.